നമ്മുടെ സംസ്ഥാന ബജറ്റ് 2024-25 സംസ്ഥാന ബജറ്റ് ഫെബ്രുവരി 2-ാം തീയതി അവതരിപ്പിക്കും എന്നാണ് ധനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ ഈ ബജറ്റിൽ പ്രതീക്ഷിക്കുന്നത്? കഴിഞ്ഞ ബജറ്റിൽ പ്രതീക്ഷിച്ചത് നമുക്കൊന്നും തന്നെ കിട്ടിയിട്ടില്ല. അതായത് ബജറ്റിൽ ശ്രീ ബാലഗോപാൽ എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ നടത്തിയോ വാഗ്ദാനങ്ങൾ നൽകിയോ ആ വാഗ്ദാനങ്ങൾ ഒട്ടുമിക്കതും മറന്ന പോലെയാണ് ഈ കഴിഞ്ഞ ധനവർഷത്തിൽ ഗവൺമെൻറ് പ്രകടനം കാഴ്ചവെച്ചു. ഗവൺമെൻറ്റിൻ്റെ പ്രകടനം അത്തരത്തിലുള്ളതായിരുന്നു. അപ്പോൾ ഉദാഹരണത്തിന് ബജറ്റിൽ പറയാതിരുന്ന കേരളീയം മാമാങ്കം പോലെ കൊണ്ടാടി, അതിനുശേഷം നവകേരള സദസ്സ്. സത്യം പറഞ്ഞാൽ ഈ കഴിഞ്ഞ ധനവർഷത്തിൽ ഭരണം നടന്നിട്ടുണ്ടോ എന്ന് സംശയമാണ്. അപ്പോൾ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിനീതമായ ഒരു അഭ്യർത്ഥന, ഗവൺമെൻറ് ആദ്യം തന്നെ കഴിഞ്ഞ വർഷത്തെ പ്രഖ്യാപനങ്ങളിൽ ഏതൊക്കെ നിറവേറ്റി എന്നുള്ളതിനെപ്പറ്റി എത്ര കണ്ട് ഇപ്പോൾ അതായത് സംസ്ഥാനത്തിൻ്റെ ധനവിനിയോഗ ലെവല് 50% താഴെയാണ് എന്നാണ് മനസ്സിലാകുന്നത്. അതുപോലും ഊതി വീർപ്പിച്ച കണക്കാണോ എന്ന് സംശയമുണ്ട്. കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ 33%-ലും 25%-ലൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ എത്ര മാത്രം, അതായത് ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രഖ്യാപനങ്ങളിൽ ഏതിനോടൊക്കെ നീതി പുലർത്താൻ കഴിഞ്ഞു എന്നതൊക്കെ, ഏതൊക്കെ എന്തുമാത്രം വരുമാന സമാഹരണം, അത് ഓഫ് കോഴ്സ് ബജറ്റിൻ ബ്രീഫ് നോക്കിയാൽ വരുമാനം എന്തുമാത്രം കിട്ടി, പ്രതീക്ഷിച്ചത് എത്ര, ലഭിച്ചത് എത്ര, അതുപോലെ തന്നെ പ്രതീക്ഷിക്കുന്ന ആഭ്യന്തര മൊത്ത വരുമാനം എത്ര, പ്രതീക്ഷിക്കുന്ന സഞ്ചിത കടം എത്ര, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ബജറ്റിൻ ബ്രീഫിൽ നിന്ന് കിട്ടും. അതുപോലെ തന്നെ കുടിശ്ശിക പിരിച്ചെടുക്കാനുള്ളത് എത്രയാണ്, ഈ വക കാര്യങ്ങളൊക്കെ നമുക്ക് ബജറ്റിൽ നിന്ന് കിട്ടും. പക്ഷേ അതേപ്പറ്റിയൊക്കെ, അതായത് ഈ നടത്തിയ പ്രഖ്യാപനങ്ങൾ പ്രത്യേകമായിട്ട് ഈ ബജറ്റൊക്കെ GSDP ഒക്കെ പ്രതീക്ഷിച്ചതിൽ നിന്ന് താഴെ പോകാൻ കാരണങ്ങളുണ്ടാകാം. പക്ഷേ എന്തൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ, ആ പ്രഖ്യാപനങ്ങൾ എവിടം വരെ നേടിയെടുക്കാൻ കഴിഞ്ഞു, ജനക്ഷേമം ഉറപ്പാക്കാൻ കഴിഞ്ഞു, ഇത്തരം കാര്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന ഒരു ഔട്ട്കം ബജറ്റ്, അതായത് കഴിഞ്ഞ ബജറ്റിൽ പറഞ്ഞതും നേടിയതുമായ, അതായത് നടപ്പിലാക്കിയതുമായ കാര്യങ്ങൾ ഏതൊക്കെയാണ്, എത്ര ശതമാനം വരെ അത് കണക്കിലാക്കി, ബജറ്റിൽ പറഞ്ഞിരുന്ന മൊത്തം ചെലവിൻ്റെ എന്തുമാത്രം ചെലവഴിച്ചു, ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലൊക്കെ പറഞ്ഞിരുന്നതുപോലെ തന്നെ ചെലവഴിച്ചോ, ഏതൊക്കെ മേഖലകളിലാണ് ഒന്നും ചെലവഴിക്കാതെ പോയത്, ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഒരു ഔട്ട്കം ബജറ്റിലൂടെ ഗവൺമെൻറ് പറയണമെന്നാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് എൻ്റെ വിനീതമായ അഭ്യർത്ഥനയല്ല, ഇത് ജനങ്ങളുടെ അവകാശമാണ്. കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 112-ാം അനുച്ഛേദ പ്രകാരം പാർലമെൻറ്റിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ഫെഡറൽ സംവിധാനമാണെങ്കിൽ പാർലമെൻറ്റിൽ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? പാർലമെൻറ്റേറിയൻസ് വഴിയായിട്ട്. ഇപ്പോഴാണെങ്കിൽ ഡിജിറ്റൽ യുഗമായതുകൊണ്ട് എല്ലാവർക്കും വീട്ടിലിരുന്ന് തന്നെ ബജറ്റ് നിരീക്ഷിക്കാം. അതായത് എത്രയെത്ര എമൗണ്ടുകൾ, എത്രയെത്ര തുകകളാണ് ഓരോ വകുപ്പിലേക്കും പോകുന്നത്, എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് ചെയ്യുന്നത്, കഴിഞ്ഞ ബജറ്റ് കൊണ്ട് എന്തൊക്കെ നേടാൻ കഴിഞ്ഞു, കഴിഞ്ഞ ബജറ്റിൽ കൊടുത്തിരിക്കുന്ന തുകകളേക്കാൾ എത്ര കൂടുതലാണ് ഇത്തവണ കൊടുക്കുന്നത്, ആ തുക GDPയുടെ എത്ര ശതമാനം വരും, ഇത്തരം വളരെ പ്രധാനപ്പെട്ട കണക്കുകൾ, വരുമാനം എത്ര, ചെലവെത്ര, അതുപോലെ തന്നെ കടം എടുക്കേണ്ടി വരുമെങ്കിൽ അത് എത്രയാണ് എന്നൊക്കെയുള്ള പലിശയായിട്ട് കൊടുക്കേണ്ടി വരിക എത്രയാണ്, ഇത്തരം കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നമ്മളെ അറിയിക്കാൻ ബാധ്യതയുണ്ട് ഒരു ഗവൺമെൻറ്റിന്. അത് കേന്ദ്ര ഗവൺമെൻറ്റിനാണെങ്കിലും സംസ്ഥാന ഗവൺമെൻറ്റിനാണെങ്കിലും. അങ്ങനെയാണ് 112-ാം അനുച്ഛേദം ആവശ്യപ്പെടുന്നത്. അപ്പോൾ ആ 112-ാം അനുച്ഛേദം ഈ കാര്യങ്ങൾ അറിയാനുള്ള സമ്മതിദായകരുടെ, വോട്ടേഴ്സിൻ്റെ അവകാശം അത് പൂർത്തിയാക്കാൻ വേണ്ടി ആണ് ഇങ്ങനെ ഒരു ബജറ്റ് അവതരിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കഴിഞ്ഞ ബജറ്റിൽ എന്തു ചെയ്തു, എന്തൊക്കെ ചെയ്യാതെ പോയി എന്നറിയാനുള്ള അവകാശവും കൂടി ഇതിൻ്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഒരു ഔട്ട്കം ബജറ്റ് സംസ്ഥാന ഗവൺമെൻറ് ആദ്യമായിട്ട് ബജറ്റ് അവതരിപ്പിക്കുന്ന അതിൻ്റെ ആദ്യമായിട്ട് ഇൻട്രൊഡക്ഷൻ പോലെ 1 മണിക്കൂറോ മറ്റോ എടുത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയില്ല, എന്തുകൊണ്ട് പറ്റിയില്ല, അങ്ങനെയൊക്കെയുള്ള എല്ലാ വിശദീകരണവും, ജനങ്ങൾ ഇതൊക്കെ അറിയാൻ അവകാശപ്പെട്ടവരാണ്. അതുകൊണ്ട് അതൊക്കെ വേണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ നമ്മൾ ബജറ്റിലേക്ക് പോകുമ്പോൾ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, കേരളം ഏറ്റവും അവഗണിച്ചുകൊണ്ടിരിക്കുന്നത് കാർഷിക മേഖലയാണ്. അന്നമില്ലാതെ ജീവനില്ല.
അതായത് വായുവും വെള്ളവും ഭക്ഷണവും, ഇത് മൂന്നുമാണല്ലോ അത്യന്താപേക്ഷിതമായിട്ട് ജീവൻ നിലനിർത്താൻ വേണ്ടത്. അപ്പോൾ ഈ ഭക്ഷണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കാർഷിക മേഖലയിൽ നിന്നാണ് പ്രധാനമായിട്ടും വരുന്നത്. ആ കാർഷിക മേഖലയെ കേരളം എല്ലാ കാലത്തും അവഗണിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ച് 1980 ശേഷം. ഉദാഹരണത്തിന് 1975-76 8,76,000 ഹെക്ടർ ഭൂമിയിൽ നെല്ല് തന്നെ കൃഷി ചെയ്തിരുന്നു, നെൽകൃഷി തന്നെ ഉണ്ടായിരുന്നു. ആ നെൽകൃഷി ഇപ്പോൾ 1,93,000 ഹെക്ടറിലേക്ക് ചുരുങ്ങി എന്ന് പറയുമ്പോഴാണ് ഇപ്പോൾ ജയ അരി മുതൽ എല്ലാ അരിവർഗ്ഗങ്ങളുടെയും വില കുതിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യത്ത് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് വരൾച്ച വന്നു, അല്ലെങ്കിൽ കൃഷിനാശം വെള്ളപ്പൊക്കം കൊണ്ടുണ്ടായി എന്നൊക്കെ വന്നാൽ വിലക്കയറ്റത്തിൻ്റെ ഏറ്റവും തീരാത്ത വ്യഥ അനുഭവിക്കേണ്ടി വരുന്നത് കേരളത്തിലെ സാധാരണക്കാരായ കുടുംബങ്ങളായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ കേരളത്തെ, അതായത് നെൽകൃഷിയെ പഴയ സ്ഥിതിയിലേക്ക് കൊണ്ടുപോകണം. ഇനി അത്രയും തന്നെ 8,19,000 ഹെക്ടർ നെൽകൃഷി, അല്ല 76,000 ഹെക്ടർ കൃഷി ചെയ്തില്ലെങ്കിൽ പോലും ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിച്ചുകൊണ്ട് കുറേ കൂടി, അതായത് പാട്ടകൃഷിയൊക്കെ കുടുംബശ്രീയൊക്കെ നടത്തുന്നത് പോലെ, അതായത് കുടുംബശ്രീയിൽ സ്ത്രീകളാണ് പാട്ടകൃഷി നടത്തുന്നതെങ്കിൽ പുരുഷന്മാർക്കും അതുപോലെയുള്ള യൂണിറ്റുകൾ തുടങ്ങി പാട്ടകൃഷിയിലേക്ക് അവരെ ആകർഷിക്കാം, അവർക്കതിനു വേണ്ടി വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കാം. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക്, അതായത് പുരുഷന്മാരെയും കൂടി കൃഷിയിലേക്ക് ആകർഷിക്കണമെങ്കിൽ മെക്കനൈസേഷൻ വേണം. അതായത് എല്ലാ മേഖലകളിലും നില ഉഴുന്നതിനും കൊയ്യുന്നതിനും എല്ലാത്തിനും മെഷീൻ ഉണ്ടാകുന്ന ഒരവസ്ഥ, ട്രാക്ടർ സിസ്റ്റം ഒക്കെ ഉണ്ടാകുന്ന അവസ്ഥ. അങ്ങനെയൊക്കെ വന്നാൽ തീർച്ചയായിട്ടും യുവാക്കൾ കൃഷിയിലേക്ക് വരും. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ചാൽ 60 കഴിഞ്ഞവർ മാത്രമാണ് കൃഷി എന്തെങ്കിലും ചെയ്യുന്നത്. അതിൽ നിന്ന് അവരുടെ കാലം കഴിഞ്ഞാൽ കൃഷി നിന്നു പോകുമെന്നാണ് പറയുന്നത്. ആ അവസ്ഥ ഒരിക്കലും ഒരു രാജ്യത്തിനും നല്ലതല്ല. കാരണം ലോകത്ത് എവിടെയെങ്കിലും അരിയുണ്ടെങ്കിൽ കിട്ടുമെങ്കിൽ മാത്രം നമ്മുടെ ഭക്ഷ്യസുരക്ഷാ ആക്ട് അനുസരിച്ച്, അതായത് പ്രതിസന്ധി ഉണ്ടായാൽ 68% ജനങ്ങൾക്ക് ഭക്ഷണത്തിനുള്ള ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, എഡിബിൾ ഓയിൽ ഇതൊക്കെ കൊടുക്കണമെന്നാണ് ഭക്ഷ്യസുരക്ഷാ ആക്ട് 2013 UPA ഗവൺമെൻറ്റിൻ്റെ കാലത്തെ ഭക്ഷ്യസുരക്ഷാ ആക്ട് ആഹ്വാനം ചെയ്യുന്നത്. പക്ഷേ ലോകത്തെവിടെയും അത് കിട്ടാത്ത ഒരവസ്ഥ വന്നാൽ കേന്ദ്ര ഗവൺമെൻറ് അവസാനം അത് കേന്ദ്രത്തിന് ധാന്യങ്ങളും ഒക്കെ തരാൻ പറ്റിയില്ലെങ്കിൽ പണം കൊടുക്കണമെന്നാണ് ഭക്ഷ്യസുരക്ഷാ ആക്ടിൽ. കേന്ദ്രത്തിന് തരാൻ പറ്റിയില്ലെങ്കിൽ കൃഷി വേണ്ട, അടുത്ത സംസ്ഥാനത്തു നിന്ന് അരിയും സാധനങ്ങളും മേടിക്കാമെന്ന് പറയുന്ന കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് എവിടെ നിന്നാണ് അരിയും ധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളും ഒക്കെ കിട്ടുക? അപ്പോൾ അത് ഓർത്തുകൊണ്ട് വേണം നാം കൃഷിയെ തൊട്ട് കളിക്കാൻ. അതുകൊണ്ട് കർഷകനെ കണ്ണീര് കുടിപ്പിക്കാതെ, കർഷകന് തൂക്കുകയറെടുത്തു കൊടുക്കാതെ, കർഷകനെ അതായത് നല്ലവണ്ണം സപ്പോർട്ട് ചെയ്യുക. അവനെ താലോലിക്കണമെന്നല്ല ഞാൻ പറയുന്നത്, അവന് നല്ലവണ്ണം കൃഷിയിൽ സപ്പോർട്ട് ചെയ്യുക. അത് പ്ലാന്റേഷൻ സെക്ടർ ആകട്ടെ, നെൽകൃഷി ആകട്ടെ, മറ്റേത് കൃഷിയും ആകട്ടെ. ഉദാഹരണം, അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ഒരു കർഷക ബജറ്റ് വേണം സംസ്ഥാനത്ത്. അതായത് ഈ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൃഷിയെ അധോഗതിയിലേക്ക് തള്ളിവിട്ട് കണ്ണടച്ച ഗവൺമെൻറ്റാണ് കേരള ഗവൺമെൻറ്. അപ്പോൾ എന്താണ് വേണ്ടത്? അതിനെ ഒന്ന് പൊക്കിയെടുക്കാനായിട്ട് അതിൻ്റെ താല്പര്യം ഞങ്ങൾ തൽപരരാണ്. കാർഷിക മേഖലയിലെ കർഷകരെ സംബന്ധിച്ച് എന്നൊന്ന് വരുത്തി തീർക്കണമെന്നുണ്ടെങ്കിൽ, എന്നൊന്ന് വരുത്തി തീർക്കുകയല്ല എന്ന് അവരോടൊപ്പം നിന്ന് കാണിച്ചു കൊടുക്കണമെങ്കിൽ ഒരു കർഷക ബജറ്റ് വരണം. ആ കർഷക ബജറ്റിൽ വരേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഒന്ന് കൃഷിഭൂമിയുടെ അളവ് വിസ്തൃതി വർദ്ധിപ്പിക്കുക. അത് പാട്ടകൃഷി മൂലമാകട്ടെ. ഈ കഴിഞ്ഞ ബജറ്റിൽ നമ്മുടെ വ്യവസായ മന്ത്രി രാജീവ് പറഞ്ഞിരുന്നു, ക്യാപ്കോ എന്നൊരു സ്റ്റാർട്ടപ്പുകളെയൊക്കെ പ്രോത്സാഹിപ്പിച്ച് യുവജനങ്ങളെ അതിലേക്ക് കൊണ്ടുവന്ന് റെഡി ടു ഈറ്റ്, റെഡി ടു കുക്ക് തരത്തിലുള്ള വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് കൃഷിയിൽ നിന്നുണ്ടാക്കുമെന്ന്. നല്ലൊരു പദ്ധതിയാണ്. പക്ഷേ കഴിഞ്ഞ ഓണത്തിനാണ് അതിൻ്റെ ഒരു തറക്കല്ലിടലോ ഒരു ഇനോഗ്രേഷനോ എന്തോ നടത്തിയത്. ഇതുവരെ പ്രഖ്യാപനങ്ങളല്ലാതെ ഒന്നും സംഭവിച്ചിട്ടില്ല. ചോറ് വെക്കണമെങ്കിൽ 3 കല്ല് വെച്ച് അടുപ്പുണ്ടാക്കണം എന്ന് പറയുന്നത് പോലെ ഒരു കല്ല് പോലും പിന്നെ ഒന്നും ചെയ്തതായിട്ട് അറിയില്ല. അപ്പം ഇതൊക്കെ പ്രഖ്യാപനങ്ങളിൽ കിടക്കുകയാണ്.